ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് പോകാനാകുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കണം. സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം വിച്ചുവിനും അതുപോലെ കൊണ്ടുപോകണം കേട്ടോ. സ്നാക്സൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാൻ കടലക്കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ഒരു കിഴങ്ങും ഒരു ഉള്ളീൻ്റെ കഷ്ണവും ഒക്കെ കൂടി ഇട്ടിട്ടാണ് കടല അടുപ്പത്തേക്ക് വെച്ചത് കേട്ടോ. പിന്നെ നാളികേരം ചിരകി, അതുപോലെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, കറിവേപ്പില, മുളക് പൊടി തുടങ്ങിയവയൊക്കെ ഞാൻ ആഡ് ചെയ്തു കേട്ടോ. ഇത് നന്നായി ഇളക്കണം കേട്ടോ. നന്നായിട്ട് വറുത്ത് എടുക്കണം. കുറച്ച് മുളക് പൊടി കേട്ടോ ഞാൻ കറിയിലേക്കൊക്കെ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം വിച്ചുവിനൊന്നും അധികം മുളക് പൊടിയായാൽ അവർ കഴിക്കില്ല കേട്ടോ. പിന്നെ ദോശ വേഗം തന്നെ ചുട്ടെടുത്തു. നിച്ചും പല്ല് തേച്ച് വന്ന് അപ്പം അവർക്ക് ദോശ കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ അവരിവിടെ ഇങ്ങനെ വികൃതി കാട്ടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ കുളിക്കാനും യൂണിഫോമൊക്കെ ഇടാനൊക്കെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ചോറ് വെക്കുകയാണ്. മോരുകറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മോരുകറി ആക്കാമെന്ന് വിചാരിച്ചു. എന്നും സാമ്പാറാണ് ഉണ്ടാക്കാറ് കേട്ടോ. സാമ്പാറായാൽ നിച്ചുവിനും ഇഷ്ടമാണ്, വിച്ചുവിനും ഇഷ്ടമാണ്. മോരുകറി അവർക്കൊന്നും പറ്റില്ല. പക്ഷേ ഇടയ്ക്ക് ഒരു കറി മാറ്റി ഉണ്ടാക്കണ്ടേന്ന് കരുതിയിട്ട് ഇന്ന് മോരുകറി ആക്കി കേട്ടോ. അപ്പോൾ ഒരു കായും അതുപോലെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങേൻ്റെയും ഒക്കെ കൂടി ഇട്ടിട്ടാട്ടോ വയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി പച്ചക്കറിയൊക്കെ കുക്കറിലേക്ക് ഇട്ടു. കുറച്ച് വെള്ളം ഒഴിച്ചു. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ കുക്കറിലേക്ക് ഇട്ട് വിസിലടിപ്പിക്കാൻ വെക്കുന്നത്. പിന്നെ നാളികേരവും അതുപോലെ പച്ചമുളക്, ജീരകം, തൈര് ഇവയൊക്കെ കൂട്ടിയിട്ടാട്ടോ അരയ്ക്കുന്നത്. ചിലരൊന്നും ജീരകം കൂട്ടാറില്ല എന്ന് കേൾക്കലുണ്ട് കേട്ടോ ഈ മോരുകറിയിൽ. അത് നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ മാതിരിയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എൻ്റെ നാട്ടിലൊന്നും പിന്നെ ജീരകം ഇട്ടിട്ടുള്ള മോരുകറി ഉണ്ടാക്കാറില്ല കേട്ടോ. പക്ഷേ ഞാൻ അവിടുന്ന് ഇവിടെ വന്നതിൻ്റെ ശേഷം ഇവിടെ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പിന്നെ ഞാനും ജീരകമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അതുപോലെ തന്നെ ഓരോ ഭാഗത്തേക്ക് അവിയലിൽ ജീരകം ഇടുന്നതും അങ്ങനെയൊക്കെ കേൾക്കാമല്ലോ. പക്ഷെ ഇവിടെ ഇതുപോലെയാണ് മോരുകറിയിൽ ജീരകം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കായപ്പേരി ഉണ്ടാക്കി. അപ്പോഴേക്ക് വേഗം കറിയൊക്കെ വറുത്തിട്ട് റെഡിയാക്കിട്ടോ. ഒരു മാങ്ങ ഉണ്ടായതുകൊണ്ട് വേഗം അച്ചാറിട്ട് വെച്ചു. പിന്നെ ഒരു മുട്ട ഓംലെറ്റ് അടിച്ചിട്ട് നിച്ചുവിന് പാത്രത്തിലാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അവൻ്റെ പാത്രത്തിലൊക്കെ റെഡിയാക്കി. പിന്നെ വിച്ചുവിന് മാങ്ങ മുറിച്ച് പാത്രത്തിലാക്കി വെച്ചു 10 മണിക്ക് അവന് കഴിക്കാൻ. പിന്നെ അവരൊക്കെ സ്കൂളിലേക്ക് പോയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോഴാണ് റബ്ബറിൽ മയിലുകൾ വന്ന് നിൽക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോഴെനിക്കിങ്ങനെ ഇങ്ങനെ വീഡിയോയിൽ ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുത്തതാട്ടോ. എനിക്കിങ്ങനെ പക്ഷികളൊക്കെ കണ്ടാൽ അങ്ങനെ നോക്കി നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അമ്മ അങ്ങനെയായിരുന്നു കേട്ടോ. മഞ്ഞക്കിളീനൊക്കെ എവിടെയും കണ്ടാൽ ഞങ്ങളെ 3 പേരെയും വിളിക്കും കേട്ടോ മഞ്ഞക്കിളീനൊക്കെ കാണിച്ചു തരാൻ. എന്തായാലും ടാറ്റാ.